ക്രൈസ്തല സ്നേഹത്തിനും പ്രേമയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗങ്ങൾ നമ്മുടെ ദൈവം ആശിച്ചു വരുന്നവർക്കെന്ന് പറയാം. നമുക്ക് ചേർന്നുകൊണ്ട് ഒരുമിച്ച് നടത്തപ്പെട്ട സ്നേഹത്തിലെ നമുക്ക് ചേർന്നുകൊണ്ട് യോജിച്ച് പാടി വാസികളെ യഹോവയ്ക്ക് അർപ്പിടുക എന്ന പാട്ട് ചേർന്ന് വഴി നമുക്ക് ആരാധിക്കാം. Oh
സഹായിച്ചു ശുശ്രൂഷ ഏറ്റവും പ്രാർത്ഥിക്കാനുള്ള കണ്ണുകളായിരിക്കാം. ഹാലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. സ്തോത്രമാണല്ലോ മാറ്റപ്പെട്ടപ്പോ അനേക രോഗികൾ അതിഥിത സമാധാനമില്ല, സന്തോഷമില്ല, ദുഃഖുന്നവർക്കുണ്ട് അവസ്ഥയിലായിരുന്നു. സമാധാനത്തോടെ സന്തോഷത്തോടെ കാര്യത്തോടെ ബലത്തോടെ ഈ രാത്രി കാലം കർത്താവെ ഞങ്ങളുടെ പാദത്തിലേക്ക് എടുത്തിരുന്ന സ്വർഗീയനായ ദൈവം അവർ സഹായിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുന്നു. മണിക്കൂർ ഭാഷത്തോടെ പ്രാർത്ഥനയായിപ്പ ആമത്തെ സ്നേഹത്തിനും പ്രയർ ഫാമിലിക്ക് ഒരുമിച്ചായിരിപ്പം കർത്താവിൽ സഹായിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. സ്തോത്രനെ പ്രിയപ്പെട്ട എല്ലാവരും പങ്കെടുക്കുക, എല്ലാം കോൺഫറൻസുകളിലെല്ലാം പങ്കെടുക്കുക. കർത്താവ് ഇടയാക്കിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന. സ്തോത്രത്തിന്റെ ആസനത്തിൽ കർത്താവെ കോൺഫറൻസുകളിലും ലൈവിലും വിദേശം സ്വദേശത്തുമാക്കി എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥിക്കാത്ത ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ പാത്രത്തിൽ ഞാൻ ചിത്ത് വളരെ അധികമാറ്റിലും വിടുതലായിട്ടും കർത്താവ് ഇടയാകണേ. ഈ രാത്രിക്കാലം ജോലിയായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിപൂർണ്ണമായ വിടുതൽ സുഖ്യ ശ്വാസം ബന്ധമില്ലാത്ത വചനം അനേകം പ്രിയപ്പെട്ട ഹൃദയങ്ങൾ ക്രിയ ചെയ്യുക. അനേകം രോഗികൾ സൗഖ്യമാകും. കർത്താവെ രാത്രിക്കാരുടെ ആക്കണമെന്റെ കർത്താവിനെ രാത്രിക്കാർ ഒരു വ്യക്തിയെങ്കിലും അറിയുക. കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് നമുക്കോട് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണന്റെ മകനും സംസാരിക്കുന്ന ദാസനെ അവിടുന്ന് കരങ്ങൾക്ക് ഉപയോഗിക്കുമാറാണ്. ഏറെ പ്രത്യാശയെന്ന് ദർശനം താലോചന വെളിപ്പാടിന ആളെന്ന് നമ്മൾ ഈ രാത്രിക്കാർ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ സാന്നിധ്യം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ പാതുകളായിരിക്കുമ്പോൾ സാന്ത്വനം പങ്കെടുത്താൻ ഓരോരുത്തരുടെയാക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള അവസരം തിരുമേനി കൂടി സാർ അവിടുത്തെ പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ഞായറാഴ്ചയുടെ രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരും മൗനത്തിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ഒരിക്കൽ കൂടെ ഈ ഭൂമിയുടെ പരപ്പിൽ ആരാധിപ്പാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെ നൽകി തന്നു. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി അവിടുത്തെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ കൂട്ടായ്മയിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ആമേൻ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന വാത്സല്യ ഷിബു ബ്രദറിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം ശ്രവിപ്പാൻ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ഒരുക്കുന്ന മഹൽ ഭാഗത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. കർത്താവ് അത്ഭുതകരമായി നടത്തുന്നല്ലോ. പിന്നെയും ആമേൻ അവിടുത്തെ കൃപയാൽ ശക്തീകരിക്കട്ടെ. കർത്താവിന്റെ ദാസി ലീലാമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ആമേൻ കൂട്ടായ്മയിൽ കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഈ കൂട്ടായ്മയിൽ ആമേൻ കടന്നു വരുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഫേസ്ബുക്കിൽ ആമേൻ അത് ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് ആമേൻ പ്രിയപ്പെട്ടവർ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ ദയവായി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുവാൻ ആമേൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനിടയാകട്ടെ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യമാണ്. ആമേൻ. ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു? പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാം. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ലീലാമ്മ ജോസ് ഒരു വാക്ക് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കും. അനുഗ്രഹപ്പെട്ട രാത്രികാലം വിവരങ്ങളിൽ സമ്മതമായി സമർപ്പിക്കുന്നു. ദാസനെ ഏൽപ്പിക്കുന്ന കർത്താവെ രാത്രികാലം സൃഷ്ടിപ്പാൻ കർത്താവ് സഹായിക്കണം. ചരിതകളെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തോ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകിയാൽ ഇന്ന് രാത്രികാലം കർത്താവെ അവിടെ നൽകപ്പെടുന്ന വചനം അവിടുത്തെ വഴിയായിരിക്കാൻ കർത്താവെ അവിടുത്തെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ആത്മാവിൽ സംസാരിക്കാൻ ആത്മീയ അധികാരപ്പെടുത്തുമാറാകണം. എല്ലാം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് അത് വിടുതൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പത്തിന് അനുഗ്രഹിക്കണമേ.
തന്നെ കർത്താവ് കേരളത്തിനകത്തും പുറത്തുമായി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം ഹല്ലേലൂയ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ആമേൻ അവനിൽ ഊവ് എന്ന് അത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവനും വാക്കുമാറാത്തവനും ആമേൻ തന്റെ വാഗ്ദത്തത്തോട് ആമേൻ അത് വിശ്വസ്തത പുലർത്തുന്നവനുമായ വാക്കുമാറാത്ത ആമേൻ നല്ല കർത്താവിനെ ഈ ഭൂമിയിൽ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പാട്ടുകാരൻ ഇങ്ങനെയാ പാടുന്നത്: വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചെന്നാലും എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് ആമേൻ എന്ന് തന്നെ. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം ആമേൻ അതെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള ആമേൻ അതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഹല്ലേലൂയ എങ്ങനായിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ആമേൻ നിങ്ങളൊരു ഗുണഭോക്താവാണോ അല്ലയോ എന്ന് നിർണയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങൾ ദൈവവചനത്തിന്റെ ഉപഭോക്താവാണോ? ദൈവത്തിൽ നിന്ന് ആ വാഗ്ദത്തം പ്രാപിപ്പാൻ കൃപ ലഭിച്ചവരാണോ? ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതേ പ്രാരംഭ തിരുവെഴുത്ത് ആമേൻ നാം വായിക്കുന്നത് ആമേൻ ദൈവമക്കൾ സന്തോഷത്തിൽ നിറയണം. കാരണം അവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അത് നിറവേറ്റപ്പെടുമെന്ന് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നോടുള്ള, എന്റെ തലമുറയോടുള്ള, എന്റെ കൂടപ്പുറപ്പിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവനാണ് എന്റെ ഉപനിധി. ആമേൻ. അവസാനം വരെ എന്നെ കാക്കാൻ അവൻ ശക്തനാണ്. വാഗ്ദത്തം ആമേൻ നിവർത്തിപ്പാൻ ശക്തനായ ദൈവം ആ വാഗ്ദത്തം നിവൃത്തിയാകുന്നത് വരെ ഈ ഭൂമിയിൽ എന്നെ സംരക്ഷിപ്പാൻ എന്റെ ആയുസ്സും ആരോഗ്യവും ബലവും നൽകുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, വാഗ്ദത്തം നീ പ്രാപിക്കുന്നതിന് മുമ്പ് ആ ഉലകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഉയരത്തിൽ നിന്ന് ഉയരുന്ന ആമേൻ ഹല്ലേലൂയ അഭിഷേകത്താൽ, ഉയരത്തിൽ നിന്ന് പകരുന്ന അഭിഷേകത്താൽ തന്റെ മക്കളെ നിറച്ച് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ അത് ശക്തനാക്കി മാറ്റുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും ആമേൻ ശ്രോതാവെ നിന്റെ മേൽ പകർന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നീ വിശ്വസിക്കുക. ഏത് ഇരുൾ നിറഞ്ഞ മേഖലകളിലും
അനുഭവത്തിലും, ഏത് കൂരിരുളിന്റെ അനുഭവത്തിലും, ഏത് പെരുവെള്ളത്തിന്റെ അനുഭവത്തിലും, ഏത് തീച്ചുളയുടെ നടുവിലും അതേ വാഗ്ദത്തം കാണാതെ കണ്ട് ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ COVID-19 അതേ മഹാമാരിയുടെ നടുവിലും ദൈവത്തിന്റെ പൈതലെ നിന്നോടുള്ള, നിന്റെ തലമുറയോടുള്ള, നിന്റെ കൂടപ്പുറപ്പിനോടുള്ള ആ വാഗ്ദത്തം ആമേൻ നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ഉറപ്പുള്ളവർ, ആ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ മരണവും അത് പുനരുത്ഥാനവും അത് ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുവാൻ ആമേൻ ദൈവം തന്റെ പുത്രനെ പ്രാപ്തനാക്കി മാറ്റി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ അവനെ അനുഗമിക്കുന്ന ആമേൻ എന്നോടും നിങ്ങളോടുമുള്ള ആ വാഗ്ദത്തം ആമേൻ അതെ നാം പ്രാപിക്കുന്നത് വരെ ഈ ഭൂമിയിൽ അവിടുത്തെ കൃപയാൽ നമ്മെ നിർത്തി ശക്തീകരിച്ച് ജയത്തോടെ നയിക്കാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി തീർത്തിട്ട് ആമേൻ താൻ ആമേൻ അതെ നിത്യതയിൽ തന്റെ പിതാവിനോടൊപ്പം ആയിരിക്കാൻ ഈ ഭൂമിയിൽ നിന്ന് ആമേൻ അതെ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് തൊട്ടു മുമ്പ് താൻ അനുഭവിച്ചതായ ചില വേദനകളും ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ഈ ഭൂമിയിൽ ആമേൻ അതെ ആയുസ് കൊടുത്ത ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി തീർത്തതിന് ശേഷം തന്റെ ആത്മാവിനെ ആമേൻ അവൻ പുത്രൻ ദൈവത്തിന്റെ ആമേൻ കരങ്ങളിൽ ആമേൻ അതെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആമേൻ. യേശുവിനെ ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ലായിരുന്നു, യേശുവിനെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ലായിരുന്നു, കാരണം അവൻ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ആമേൻ അതെ ലോകത്തിലുള്ളവർ ആമേൻ അതെ ഈ ഭൂമിയിൽ ആമേൻ തീരുന്നത് പോലെ തീരുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു അഭിഷക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്ലാനും ആമേൻ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ആമേൻ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. കൃപയാൽ ഇന്ന് പകൽ കൂട്ടായ്മയിൽ കടന്നു വന്നവർക്കറിയാം, അതെ നിങ്ങൾക്ക് ശുഭഭാവി ഉണ്ടാകേണ്ടതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യുന്നവനാണ്. അത് അതത് സമയത്ത് ചെയ്യുന്നവനാണ്. ആമേൻ. ഒരിക്കലും സമയം തെറ്റത്തില്ല. ഇന്ന് രാത്രി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആമേൻ നിന്റെ സമയത്തല്ല, നിന്നോടുള്ള ആ ബന്ധത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. അത് തക്ക സമയത്ത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് നിവൃത്തിയായത്? ഹല്ലേലൂയ. ഇവിടെ ആമേൻ നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞു, തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ആമേൻ. എന്താണ് നിവൃത്തിയായത്? ഒരു ചോദ്യം കൂടെ ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ ചോദിക്കുകയാ, എന്താണ് ആമേൻ കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞത്? ഇന്ന് രാത്രി വാഗ്ദത്തം ഉള്ള ദൈവത്തിന്റെ പൈതലെ, നിന്നോടുള്ള ചില വിഷയത്തിന്മേൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിന്മേൽ, ആ വിഷയത്തിന്മേൽ ചിലത് നിവൃത്തീകരിപ്പാൻ അത്രേ കർത്താവ് അതെ കയ്പ് കാടി കുടിച്ചതും അതെ തല ചായ്ച്ച് തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ കൊടുത്തതും. പ്രൈസ് ദി ലോർഡ്. യേശു അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ലോകത്തിലേക്ക് അവൻ വന്നതിന്റെ പരമോന്നതമായ ഉദ്ദേശമാണ് നിവൃത്തിയായത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു വന്നതിന്റെ ആ പരമോന്നതമായ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ പോകരുത്. അമ്മ അതെ വ്യത്യസ്തമായ വാക്കുകളിൽ വിവിധ സന്ദർഭങ്ങളിൽ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശത്തെ താൻ
തന്നെ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അമ്മ 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ തന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഫലമാകുന്നു എന്ന് യേശു പറയുകയുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, നാം കഴിക്കുന്ന ആഹാരത്തിന്റെ എനർജിയേക്കാൾ അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ ഉയരത്തിലെ അഭിഷേകത്താൽ, ഉയരത്തിലെ ശക്തിയാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. അതേ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14, 15, 16, 17 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആമേൻ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതെ, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. കുറ്റം പറഞ്ഞ് നിന്നെ ഓരോരുത്തരും വിധിക്കുമ്പോൾ അത് വിധിച്ച് തള്ളുവാനല്ല, നിന്നെ രക്ഷിക്കുവാൻ അത്രേ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ, ആമേൻ. ഉറ്റോരും ഉടയോരും കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ, ആമേൻ, നീ ഉയരത്തില്ലെന്ന് വാദിച്ച് നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ, നിന്നെ ജയത്തോടെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തരായ ദൈവം ഒരുക്കിയ അത് രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജനനം. ഹല്ലേലൂയ, ഈ ലോകത്തിലെ ജീവിതം, ആമേൻ, ഈ ലോകത്തിലെ മരണം, ആമേൻ, ഇവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. പ്രിയ ശ്രോതാവേ, ആമേൻ, നിന്റെ സൗഖ്യത്തിന് വേണ്ടിയാ, നിന്റെ വിടുതലിന് വേണ്ടിയിട്ടാ, നിന്റെ കൂടപ്പറപ്പിന്റെ, നിന്റെ തലമുറയുടെ, നിന്റെ ജീവിത പങ്കാളിയുടെ നിത്യത ഉറപ്പാക്കുവാനായിട്ടാ ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം, ഹല്ലേലൂയ, ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. ഹല്ലേലൂയ. തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോടായി തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് താൻ തകർക്കപ്പെടുമ്പോൾ തന്റെ ശരീരം ഉടയപ്പെടുന്നത്, തന്റെ ശരീരം ക്രൂശിൽ യാഗമാക്കി തീർക്കുന്നത് ആമേൻ പിതാവിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാണെന്ന് ആമേൻ പറഞ്ഞിട്ട് പറയുകയാണ്. ആമേൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ആമേൻ. ഇത് ഇന്ന് കൃപയാൽ പകല് പറഞ്ഞതുപോലെ ഇതൊരു പ്രാകൃതന് മനസ്സിലാകത്തില്ല, ഇതൊരു ജഡീകന് മനസ്സിലാകത്തില്ല, ഇതൊരു ആത്മീയന് മാത്രം ഗ്രഹിക്കുവാൻ കഴിയുന്ന ആത്മീയ മർമ്മങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൃപയാൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിപ്പാനും പാനപാത്രം കുടിപ്പാനും. അല്ല, ഞാൻ നിങ്ങളിൽ പലരും അത് രോഗികളും ആമേൻ നിദ്ര കൊള്ളുന്നവരുമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ആമേൻ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ അതിന്റെ പ്രാധാന്യത ആമേൻ അതെ തിരിച്ചറിയാതെ അതിന് കൊടുക്കേണ്ട ആ ഗൗരവം കൊടുക്കാതെ പലരും അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രം ചെയ്യുന്നത് കൊണ്ട്, ഭാഗവാക്കാകുകയും ചെയ്യുന്നത് കൊണ്ട് പലരും എന്ത് ചെയ്യുന്നു? നിദ്ര കൊള്ളുന്നു. പലരും രോഗികളായി തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുമേശയോടുള്ള ആമേൻ ബന്ധത്തിൽ അടുക്കുന്നവർ വളരെ വിശുദ്ധിയുള്ളവരായി ആമേൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ മാത്രം അതിൽ നിന്ന് പങ്കാളികളാകണം. അല്ലാത്ത പക്ഷം അതിനുവേണ്ടി തങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ
ചെയ്യുവാൻ ദൈവത്തോട് അടുക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഹല്ലേലൂയ തന്നെ ആമേൻ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി എന്ത് ചെയ്തിരിക്കുന്നു? തികച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം എന്താണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. ശിഷ്ടായുസ് ദൈവ നാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരിച്ചറിയാത്തവർ എത്രയും വേഗത്തിൽ അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. യേശുവിനെ ആമേൻ ഈ ഭൂമിയിൽ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ അത് ഇസ്കരിയോത്ത് യൂദ ഒറ്റിക്കൊടുത്ത ഉടനെ ആമേൻ അത് എതിരാളികളിൽ പടയാളികളിൽ ഒരുവൻ ആമേൻ വന്ന് യേശുവിനെ ആമേൻ അത് പിടിക്കുന്ന സമയത്ത് ആമേൻ പത്രോസ് തന്റെ ഉറയിൽ കിടന്ന വാളെടുത്ത് ആമേൻ അവന്റെ കാല് വെട്ടി താഴെയിട്ടതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 18-ാം അധ്യായം ഹല്ലേലൂയ 11-ാം വാക്യത്തിൽ അത് ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു പത്രോസിനോട് വാൾ ഉറയിൽ ഇടുക, ആമേൻ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. നോക്കണമേ, പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്ന ആ പ്രവൃത്തി തികയ്ക്കുമ്പോൾ ആമേൻ ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അമ്മേൻ അത് കൊടുക്കുന്ന പാനപാത്രം കുടിക്കേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ പുത്രൻ കൂടെയായിരുന്ന പത്രോസിനെ ശാസിച്ചിട്ട് പറയുകയാണ്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ആമേൻ ദൈവഹിതത്തിന് വിപരീതമായി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി മാനുഷികമായ പ്രവർത്തികൾ, ആമേൻ മാനുഷികമായ ശക്തികൾ ഒരിക്കലും ആമേൻ ദൈവഹിതം നിറവേറുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. ആമേൻ ദൈവഹിതം നിറവേറുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് ആമേൻ തന്റെ കൂടെ ആയിരിക്കുന്ന ശിഷ്യനെ ശാസിച്ച് ദൈവത്തിന്റെ ഹിതം നിറവേറുന്നതിന് തടസ്സമായിട്ട് അവന്റെ ജഡത്തിൽ നിന്ന് ആമേൻ ഉയർന്നു വന്ന ആ പ്രതിരോധത്തെ, ആ പ്രതികാരത്തെ ആമേൻ യേശു ശാസിക്കുകയാണ്. ആമേൻ ഇന്ന് രാത്രി ആമേൻ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ, കുടുംബപരമാകുന്ന ജീവിതത്തിൽ ആമേൻ നീ അനുഭവിക്കുന്ന അത് പ്രതികൂലത്തിന്റെ നടുവിൽ പ്രതികാര ഇച്ഛയോട് കൂടെ ആമേൻ പെരുമാറുവാൻ ഇടയാകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആമേൻ ഈ കഷ്ടത, ഈ വേദന, ഈ പ്രതിസന്ധി ആമേൻ ഞാൻ അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അതിനുള്ള കൃപ പ്രാപിച്ച് മുന്നേറുവാൻ ഇന്ന് രാത്രി ഇടയാകട്ടെ. ഹല്ലേലൂയ. യേശു ആമേൻ പത്രോസിനോട് പറഞ്ഞത് വാൾ ഉറയിൽ ഇടുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ വാളെടുക്കുന്നവൻ വാളാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ദൈവമക്കളെ, തിരിച്ചടി എന്ന് പറയുന്നത് ആമേൻ ദൈവമക്കൾക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അതെ, ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഹല്ലേലൂയ അവൻ സ്നേഹത്താലാണ് ഭൂമിയെ ആമേൻ സന്ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യവും മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ ആമേൻ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തെ കുറിച്ച്. ആമേൻ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആണ് ആമേൻ ഈ വരുന്നത് എന്ന്. ഹല്ലേലൂയ. അതെ, പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആമേൻ തന്നെ അനുഗമിച്ച ആമേൻ അതെ വാളെടുത്ത് ആമേൻ അതെ യേശുവിന് വേണ്ടി വെട്ടാൻ തയ്യാറായ പത്രോസ് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ആമേൻ ദൈവസഭയ്ക്ക് താൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ
ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ദൈവപുത്രനായ ക്രിസ്തു ആമേൻ അതെ ക്രൂശിൽ യാഗമായി തീരുന്നതിന് തൊട്ടു മുമ്പ് തന്റെ കൂടെയായിരുന്ന ഇസ്കറിയോത്ത് യൂദ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ ആമേൻ അതെ ആ കാശ് വാങ്ങിയവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുവൻ നിർദ്ദേശപ്രകാരം വന്ന് ആമേൻ മുമ്പിൽ നിൽക്കുന്ന അരുമനാഥനായ യേശുവിനെ കടന്ന് ആക്രമിക്കുവാൻ പിടിച്ചപ്പോൾ രോഷം പൂണ്ട് അവന്റെ ശിഷ്യൻ അവൻ ഉറയിൽ കിടന്ന് വാളെടുത്ത് അവൻ കാത് അറക്കുവാൻ തക്കവണ്ണം ഇടയായി, കാത് വെട്ടി താഴെയിടുവാൻ ഇടയായി. ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞു അവൻ വാളെടുക്കുന്നവൻ വാളാൽ എന്ത് ചെയ്യും? അവൻ തീരും. അതുകൊണ്ട് വാള് ഉറയിലിടുക. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ആമേൻ ആ സമൂഹത്തിൽ വെച്ച് ആമേൻ പത്രോസിനെ ശാസിക്കുകയും പത്രോസിനെ തിരുത്തുകയും ചെയ്തപ്പോൾ പത്രോസ് പിണങ്ങിപ്പോയതായിട്ടല്ല കാണുന്നത്. പിന്നെയോ ആത്മാവിൽ ശക്തിപ്പെട്ട് ആത്മാവിൽ ദൈവസഭയ്ക്ക് അനുഗ്രഹിതമായ അത് ലേഖനങ്ങൾ എഴുതുന്ന ഒരു അഭിഷക്തനായി അത് മാറി അവൻ എഴുതിയ വരികളാണ്: നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ക്രൂശിന്മേൽ കാണുന്ന അതെ, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്നുള്ള അരുമനാഥന്റെ സന്ദേശം കേട്ട് തന്നെ അനുഗമിച്ച അതെ പത്രോസും കൂടെയുള്ള ആമേ ശിഷ്യന്മാരും അതെ നോക്കി നിൽക്കെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ഇസ്കറിയോത്ത് യൂദ നിമിത്തം ആമേൻ കടന്നാക്രമിക്കുന്ന ആമേൻ ജനത്തോട് പ്രതികരിക്കാൻ ആമേൻ ഉറയിൽ കിടന്ന വാളെടുത്ത പത്രോസിനെ ആമേൻ അവർ കാൺകെ ശാസിച്ച് ആമേൻ അവനെ കൊണ്ട് ആമേൻ തിരുത്തി ആമേൻ വാളെടുക്കുന്നവൻ വാളാൽ മരണപ്പെടുമെന്നും ആമേൻ അതുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവൻ വാള് കൊണ്ടല്ല ആമേൻ വചനം കൊണ്ട് ആമേൻ എതിരായി ഉയരുന്ന പ്രതികൂലത്തെ തരണം ചെയ്യേണ്ടതാണെന്ന് ആമേൻ അതെ പഠിപ്പിച്ച് ആ മാതൃക പിൻപറ്റിയ ആമേൻ അരുമ ശിഷ്യനായ പത്രോസ് പിൻകാലത്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി പ്രയോജനപ്പെടുവാൻ ദൈവം അവനെ അഭിഷേകം ചെയ്തപ്പോൾ അവന്റെ തൂലിക ചലിപ്പിച്ച് ആത്മാവിന് അവൻ എഴുതിയ വരികളാണ് ഇന്ന് രാത്രി നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. എന്തിനാ ദൈവമക്കളെ ജീവിക്കേണ്ടത്? നീതിക്ക് ജീവിക്കണം, നീതിക്ക് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അതെ, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അത് നീ ചിന്തിച്ചു കൂട്ടിയത്, നീ ചെയ്തു കൂട്ടിയത് ആമേൻ നിന്റെ സകല ക്രമക്കേടുകളെയും നിന്റെ പൂർവികർ ചെയ്ത സകല ക്രമക്കേടുകളെയും ആ ആദാമ്യ പാപം മുതൽ ആമേൻ യേശുവിനെ നീ അറിഞ്ഞ നിമിഷം വരെയുള്ള സകല പാപങ്ങളെയും ആമേൻ ചുമന്നുകൊണ്ട് ആ ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. ആ ഒറ്റ കാരണത്താൽ അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആ സൗഖ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്താണ് നിവൃത്തിയായതെന്ന് യേശു പറഞ്ഞത്? അത് മാനവരാശി ആമേ രോഗങ്ങളാലും ദുരിതങ്ങളാലും ക്രമക്കേടുകളാലും തകർന്ന് കരിപ്പണമാകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോ ആമേൻ അവരെ രക്ഷിപ്പാനാണ് ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അവനെ ഏൽപ്പിച്ച ദൗത്യം ഒന്നുപോലും ശേഷിപ്പിക്കാതെ പൂർണ്ണമായി തികച്ചതിന് ശേഷം തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുകയാ. ആമേൻ. അതിൽ ഒരു കാര്യമാണ് ഇന്ന് രാത്രി അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾക്ക് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. അതെ, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി സൗഖ്യമില്ലാതെ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ രാത്രി സത്യം നിങ്ങൾ ആരെയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അത് നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
ആമേൻ 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഹല്ലേലൂയ ആമേൻ 1 പത്രോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് വീണ്ടും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അമ്മ അതേ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അമ്മേൻ ക്രൂശിൽ യേശു യാഗമായി. ഹല്ലേലൂയ. അത് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തെ രുചിച്ചറിയുന്ന ദൈവജനം ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി അതെ നാം ചിന്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സഹോദര, നീ സൗഖ്യമാകുവാൻ, നീ നീതിയോടെ ജീവിക്കുവാൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു നിമിത്തം നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ശക്തനാണെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിവൃത്തിയായി എന്ന് പറയുന്നതിനർത്ഥം ആമേൻ പാപികളുടെ മോചനത്തിനു വേണ്ടിയുള്ള അവന്റെ യാഗവും ആമേൻ കഷ്ടപ്പാടും പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ യാഗത്താൽ ലോകത്തിന്റെ പാപം പൂർണ്ണമായി എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവന്റെ രക്തത്താൽ അവന്റെ ജനത്തെ അവൻ വീണ്ടെടുത്തു. ആമേൻ. എല്ലാവർക്കും രക്ഷയും പാപത്തിൽ നിന്ന് മോചനവും സാധ്യമാക്കി തീർത്തു. അതേ സ്നേഹിത, താങ്കൾ ഇനി പാപത്തിന്റെ ആമേൻ ചെളിക്കുഴിക്കകത്ത് ആണ്ടു പോകുവാൻ ഇടയാകാത്ത വിധത്തിൽ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തിയ കർത്താവിന്റെ ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആവശ്യമുള്ളതെല്ലാം പൂർണ്ണമായി അതേ ചെയ്തു കഴിഞ്ഞു. അത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ആമേൻ, അത് നീ കണ്ടിട്ടില്ലാത്ത ജനിക്കാൻ പോകുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് ക്രൂശിൽ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. നിന്റെ ആമേൻ ജീവിതത്തിൽ നീ കേട്ടിട്ടില്ലാത്ത ആമേൻ എന്തെല്ലാം ആമേൻ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, രോഗങ്ങൾ, വ്യാധികൾ, പകർച്ചവ്യാധികൾ ആമേൻ നിന്റെ കാലഘട്ടത്തിൽ നീ കാണേണ്ടി വന്നാൽ അതിനു വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് അതിനകത്ത് നീ അകപ്പെട്ട് തകർന്നു പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ എല്ലാം നിവർത്തിച്ച ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആവശ്യമുള്ളതെല്ലാം പൂർണ്ണമായും യേശു ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി ഒന്നും ശേഷിക്കുന്നില്ല. പാപികൾക്ക് ഇനി നിർവഹിക്കാനുള്ളത് രക്ഷ നേടേണ്ടതിന് പാപത്തെക്കുറിച്ച് അനുഭവിക്കുകയും മനസ്സാന്തരപ്പെട്ട് അമ്മേൻ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതെ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കൂടപ്പുറപ്പിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എല്ലാം ആമേൻ കൃത്യമായി അതെ പൂർണ്ണമായി ചെയ്ത കർത്താവിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേട്ടാൽ ഉറക്കം തൂങ്ങി. ആമേൻ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നേ. ആമേൻ. ഇതൊക്കെ ആമേൻ ഉപജീവന മാർഗത്തിന് വേണ്ടി ആമേൻ പ്രസംഗിക്കാനും ആമേൻ കാശുണ്ടാക്കാനും ആമേൻ സമയം പോക്കാനും ഒക്കെ ഉള്ള
ചിലർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. കർത്താവ് വരാൻ സമയമാഗതമായി. ഹല്ലേലൂയ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കുകയും ആമേൻ നിർമ്മലീകരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ വായിക്കുവാനും അവൻ ഗ്രഹിക്കുവാനും അവൻ അനുസരിക്കുവാനും നൽകപ്പെട്ട വചനം ആമേൻ ഇപ്പോൾ ഹല്ലേലൂയ കേൾക്കുവാനും വായിക്കുവാനും ഒക്കെ അവസരമുണ്ട്. നിങ്ങൾക്കറിയാം, എങ്ങനെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി ആമേൻ ഏത് രാത്രിയിലോ ഏത് പകലോ ഏത് കൂരിരുട്ടത്തോ ആരെയും കൂസാതെ കണ്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിക്കേ, ആമേൻ രാത്രിയിലെ യാത്ര ലിമിറ്റേഷൻ. ആമേൻ പകലാണെങ്കിൽ പോലും ആമേൻ അതേ സാധനങ്ങൾ വാങ്ങിക്കാനാകട്ടെ, ആമേൻ അതേ ഇനി കുടുംബക്കാരുടെ വിവാഹമാകട്ടെ മരണമാകട്ടെ എല്ലാത്തിനും ലിമിറ്റേഷനാ. ആമേൻ ഒരു 10 കൊല്ലത്തിന് മുമ്പ് ആരെങ്കിലും ഇത് പറഞ്ഞായിരുന്നെങ്കിൽ അംഗീകരിക്കുമോ? എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ഇന്ന് കയ്യിൽ ഇരിക്കുന്ന വേദപുസ്തകം വായിക്കാൻ മടി കാണിക്കുന്നവര്, ആമേൻ അത് പഠിക്കാനോ ഗ്രഹിക്കുവാനോ തയ്യാറാകാത്തവര്, ഇതിനി ഉപയോഗിക്കുവാൻ പറ്റാത്തൊരു സമയം വരാൻ പോകുകയാ. ഇതൊക്കെ നിന്റെ കയ്യിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന ഒരു സമയം നിന്റെ ജീവിതത്തിൽ വരാൻ പോകുകയാ. അന്ന് നീ വായിക്കാൻ നോക്കിയാൽ നിനക്ക് കിട്ടത്തില്ല. അന്ന് നീ ഓർത്താൽ ഇന്ന് നീ വായിക്കാത്തത് കൊണ്ട് അന്ന് നിനക്ക് ഓർക്കാൻ പറ്റത്തില്ല. അന്ന് നീ തീച്ചൂളയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഓർക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ആമേൻ തകർന്നു പോകും. ആമേൻ അതേ മരുഭൂമിയിൽ യേശു ആമേൻ പരീക്ഷയുടെ സമയത്ത് എഴുതപ്പെട്ട വചനം കൊണ്ടാണ് അതേ ജയാളിയായി മുമ്പോട്ട് പോകുവാൻ ഇടയായത്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം നീ കേൾക്കുന്ന വചനം അതേ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവത്തിൻ്റെതായതുകൊണ്ട് ഇത് മാറത്തില്ല. ആമേൻ ആകാശം മാറും ഭൂമി മാറും, മാറാത്ത വചനത്തിന്റെ മുമ്പിൽ നീ നിന്ന് ആമേൻ നീ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉറക്കവും മയക്കവും തൂക്കവും ഈ ലോകത്തിൻ്റെതാകുന്ന സുഖലോലവതയിൽ നീ ആമേൻ അതേ സമയം ചെലവഴിച്ച് ആമേൻ നീ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, ഇതിൻ്റെ എല്ലാം അന്ത്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് സകല അഹങ്കാരികളും പ്രൈസ് ദി ലോർഡ് ആമേൻ അഹങ്കാരത്തോടിരിക്കുന്നവര് ആമേൻ സകല ദുഷ്പ്രവർത്തിക്കാര് വേരും കൊമ്പും ശേഷിക്കാതെ ഹല്ലേലൂയ താളടി ആകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോഴും ഉറക്കം വരുന്നെങ്കിൽ നിന്നെ ഭരിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ ആമേൻ. നിന്റെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കാൻ നീ ഏതോ സമയത്ത് അവസരം കൊടുത്തു. അവൻ നിന്നെ താരാട്ട് പാട്ടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നിന്ന് നീ ഉണരാതെ കണ്ട് നിനക്ക് ആമേൻ അതേ കർത്താവ് വരുമ്പോൾ ഇവിടെ നിന്ന് പറന്നു പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ് ആമേൻ. 10 പേര് കന്യകമാരായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. വചനം പറയുന്നു 10 പേര് കന്യകമാരാ. അവർ യേശുവിനെ അറിഞ്ഞവരാ, പാടിയതാ, പ്രാർത്ഥിച്ചതാ, ഒക്കെ ശരിയാ. പക്ഷേ അതിൽ 5 പേര് മാത്രമേ ഗുണപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാത്രി എനിക്കറിയാം ഈ ലൈവില് അനേകര് പങ്കെടുക്കുന്നുണ്ട്, അനേകര് ആമേൻ ഷെയർ ചെയ്യുന്നുണ്ട്, അനേകര് ഇത് വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ എത്ര പേര് വിളക്കിൽ എണ്ണയോട് കൂടെ കരുതി അരിമ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന് ആമേൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മണവാളൻ വന്നു, 5 പേര് അടക്കപ്പെട്ടു, 5 പേര് തള്ളപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ വായിക്കേണ്ട സമയത്ത് വായിക്കാനും പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും ഗ്രഹിക്കേണ്ട സമയത്ത് ഗ്രഹിക്കാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും തയ്യാറല്ലെങ്കിൽ ആമേൻ കർത്താവ് വരുമ്പോൾ തള്ളപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ആമേൻ അതേ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓൺ ചെയ്തപ്പോൾ അതിനകത്ത് കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുന്ന മനോഹരമായ ആമേൻ ഒരു ആമേൻ രംഗം ആമേൻ അതേ കർത്താവ് വരുന്നത് കാണിക്കുന്നില്ല. എന്നാൽ കർത്താവ് വരുമ്പോൾ കർത്താവെങ്കിൽ ആമേൻ പ്രത്യാശയോടെ ജീവിച്ചിരുന്ന അനേകർ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടുന്ന ഒരു വീഡിയോ ആമേൻ ഞാൻ ചിലർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. ആമേൻ അത് കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചർച്ചിനകത്ത് കുറെ പേര് ആരാധിക്കുകയാണ്, ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ പാസ്റ്റർ വളരെ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ആമേൻ അനേകർ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, കൈയടിക്കുന്നു. പെട്ടെന്ന് ആമേൻ അടുത്തിരുന്നവരുടെ ആ ഡ്രസ്സൊക്കെ അവിടെ ആമേൻ വീഴുന്നു. അതിനകത്ത് നിന്ന് രൂപാന്തരം പ്രാപിച്ച് ആമേൻ സ്വർഗത്തിലേക്ക് കാഹളം കേട്ട
പ്രിയപ്പെട്ടവർ എടുക്കപ്പെടുന്നു. എന്നാൽ കുറെ പേർ അവിടെ ഇരുന്ന് കൈയടിച്ച് ആമേൻ അടുത്തിരിക്കുന്നവരെ നോക്കുമ്പോ അവരെ കാണുന്നില്ല. അവർക്കാകെ ഭയമായി. ആമേൻ അവരുടെ മുമ്പിൽ ശുശ്രൂഷിച്ച ആരെയും കാണുന്നില്ല. അവരുടെ കൂടെ ഇരുന്നവരെ കാണുന്നില്ല. അവർ തെരുവിലേക്ക് വന്നപ്പോൾ അനേകരുടെ ആമേൻ വസ്ത്രങ്ങളൊക്കെ കിടക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ കൂടെ ഇരുന്നവര് കർത്താവ് വന്നപ്പോൾ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ അവര് നിലവിളിക്കാൻ തുടങ്ങി. അവര് ആമേൻ ആമേൻ അതെ തമ്മിൽ ആമേൻ അതെ പറഞ്ഞ് നിലവിളിക്കുകയാ. ഇന്ന് പകൽ ആമേൻ ഞാനത് കണ്ടപ്പോൾ ആമേൻ ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തു. കർത്താവ് ഈ നിമിഷത്തിൽ വന്നാൽ ഞാൻ കൈവിടപ്പെടുമോ? ഞാൻ എടുക്കപ്പെടുമോ? ഹല്ലേലൂയ. പാട്ടോ പ്രാർത്ഥനയോ ഒന്നും ആധാരമല്ല. ദൈവത്തിന്റെ വചനപ്രകാരം നീ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ കർത്താവ് വരുമ്പോൾ തള്ളപ്പെടാതിരിക്കണമെങ്കിൽ ആമേൻ മനുഷ്യർ കാണേണ്ടതിന് ആമേൻ കൈയടിക്കുന്നതോ ഒച്ച വെക്കുന്നതോ അല്ല കാര്യം. എന്നാൽ അത് വേണ്ടെന്നല്ല, അത് വേണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ ആയിരിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവ് വരുമ്പോൾ നീ തള്ളപ്പെടാ. നമുക്ക് വേണ്ടി പിതാവായ ദൈവം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 15 മുതൽ 16 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 24-46-47 വാക്യങ്ങൾ ഇന്ന് രാത്രി നാം ചിന്തിക്കുമ്പോൾ ആമേൻ അതെ നിങ്ങൾ എടുത്ത് വായിക്കണം. ആമേൻ. ലൂക്കോസ് 24-46-47 ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അത്രേ ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം എത്തത്തക്ക വിധത്തിൽ കർത്താവിന്റെ വചനത്തെ പ്രസംഗിക്കുവാൻ അത് ഇടയായി തീർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസ്തനെന്ന് എണ്ണി ഈ വേലയ്ക്ക് എന്നെ ആക്കി വെച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി ആമേൻ അതേ സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു തന്റെ പ്രവൃത്തി തികച്ചതുകൊണ്ട് ഇനിയും ക്രൂശിന്മേൽ അവന് കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ സ്വമാതായ തന്റെ ആത്മാവിനെ ആമേൻ അതേ ദൈവകരങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ നിങ്ങൾക്ക് എന്താണ് വാഗ്ദാനം ചെയ്തത് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവമക്കളെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? പ്രിയരെ, ആമേൻ ദീർഘായുസ്, സമ്പത്ത്, സ്വാതന്ത്ര്യം, സന്തോഷം, സമാധാനം ഹല്ലേലൂയ എന്നിവ അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി ചോദിച്ചാൽ എത്ര പേര് അതിന് കൃത്യമായി മറുപടി നൽകും? ആമേൻ. അതെ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്താം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് നൽകാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ ആമേൻ നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വാതന്ത്ര്യം, ആമേൻ, സന്തോഷം, സമാധാനം, ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തിന്നേച്ചു പോകുന്നുവെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് രാത്രി ഈ വാഗ്ദാനങ്ങളെല്ലാം അതെ ആമേൻ ഉചിതമായ സമയത്ത് ആമേൻ അവ നിങ്ങൾക്ക് നൽകി തരും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? അതെ, ഉചിതമായി അവൻ സമയത്ത് ചെയ്തു തരും. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന നിശ്ചയമായും അതെ നിന്റെ ശരീരത്തിന് സൗഖ്യം നൽകി നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ അവൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. നീ ആമേൻ സമ്പന്നനാകുവാൻ അവൻ ദരിദ്രനായി ഈ ലോകത്തിൽ ജനിച്ചു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിന്റെ സന്തോഷത്തിനു വേണ്ടി, നിന്റെ സമാധാനത്തിനു വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി തീർന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇപ്രകാരം ആത്മാവിൻ നിയോഗം പ്രാപിച്ച് ദൈവസഭയ്ക്ക് എഴുതുവാൻ തക്കവണ്ണം ഇടയായി. അവരുടെ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ആമേൻ എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ആമേൻ ഉള്ളിൽ ഉണ്ട് എന്ന് ആമേൻ വിശ്വസിക്കുന്നവർ, തിരിച്ചറിയുന്നവർ, അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ മർമ്മത്തിന്റെ മഹിമ
സമാധാനം എന്തെന്ന് അറിയിപ്പാൻ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഈ മഹിമാധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ എല്ലാ ചിന്തകളും തികച്ചും ദാരിദ്ര്യമാണ്. വായിച്ചാട്ട് എഫെസ്യ ലേഖനം 3-ാം അധ്യായം ആമേൻ അതിന്റെ 8-ാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാൽ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോടും ക്രിസ്തുവിന്റെ അപ്രയമായ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ദൈവത്തിന്റെ വ്യവസ്ഥ എല്ലാവർക്കും ഇന്നതെന്ന് പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ മഹിമാധനവുമായി ഹല്ലേലൂയ ആമേൻ നാം മുന്നോട്ട് പോകുവാൻ കൃപ ലഭിച്ചവരാണ്. ഹല്ലേലൂയ. അതേ മഹത്വത്തിന്റെ പ്രത്യാശയെ കുറിച്ച് റോമാലേഖനം 5-ാം അധ്യായം എടുത്തു വായിച്ചാലും റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ആമേൻ. മറ്റൊരാളെ 8-ാം അധ്യായം 18-ാം വാക്യം വേഗം വായിച്ചാലും. ആമേൻ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആമേൻ ഇല്ല എങ്കിൽ നാം രക്ഷിക്കപ്പെടുമെന്നും ദൈവത്തിന്റെ മഹത്വം കാണുമെന്നും പ്രത്യാശിക്കുവാൻ യാതൊരു കാരണവും ഉണ്ടായിരിക്കുകയില്ല. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പ്രശംസിക്കുവാൻ വകയുണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനില്ല. ആമേൻ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. 8-ാം അധ്യായം 18-ാം വാക്യം വേഗം വായിക്കാം. ഓ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ ആ പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. നൂറ്റി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം ഹല്ലേലൂയ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതികൂലങ്ങൾ ഈ പ്രതിസന്ധികൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. പ്രത്യാശിക്കുവാൻ നമുക്ക് വകയുണ്ട്. ഹല്ലേലൂയ. കാരണം ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 23-ാം വാക്യവും റോമർ 8-9, 10, 2 കൊരിന്ത്യർ 13-5, വെളിപ്പാട് 3:20 ഒക്കെ വായിക്കുമ്പോൾ ഈ പ്രത്യാശകരമായ അനുഭവത്തെ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയും അവരോട് പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുമെന്നതുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവ് ഇന്ന് രാത്രി നമുക്ക് ഉറപ്പ് നൽകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അമ്മ വിശ്വാസം ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള വഴി എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. ഹല്ലേലൂയ. അവിശ്വാസം ദൈവത്തെ തന്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യാണ്? പിന്തിരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം ദൈവപ്രവൃത്തിക്കുള്ള മാർഗം എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകുന്നതാണ്. ഇന്ന് രാത്രി ആ വചനം ഏറ്റെടുത്ത് നീ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ നിശ്ചയമായും നീ കേട്ട വാഗ്ദത്തം അതെ നീ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം നിനക്ക് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. നിന്റെ തലമുറയും ആമേൻ അതെ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തത്തെയും നീ പ്രാപിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ? മാറ്റപ്പെടുകയുള്ളൂ. ആമേൻ. അതെ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം.
ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 6:5. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നോക്കണമേ, അന്ധർക്ക് ആമേൻ അതെ ആമേൻ കാഴ്ചയും, ചെകിടർക്ക് കേൾവിയും, ഊമർക്ക് സംസാരിക്കാനുള്ള കഴിവും ആമേൻ ഒക്കെ കൊടുത്ത കർത്താവിന് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ അവിശ്വാസം കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എത്ര കേട്ടാലും ആമേൻ വിശ്വാസം നിങ്ങളുടെ അകത്ത് ഉളവാകുന്നില്ലെങ്കിൽ ഒരിക്കലും ആമേൻ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിനെ നിരന്തരം ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അതെ കർത്താവിനെ നിരന്തരം പിൻപറ്റുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്ന, ഒരു പിന്മാറ്റക്കാരനെ മടക്കി വരുത്തുന്ന, രോഗിയെ സൗഖ്യമാക്കുന്ന ആമേൻ പിതാവായ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ സത്യവചനം നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി നീ ഇത് വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഉലകത്തിൽ ആരും ചെയ്യാത്ത മഹത്തായ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് ചെയ്യുമെന്നല്ല, ഉലകത്തിൽ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ക്ഷമയോടെ അവനെ വിശ്വസ്തയോടെ സേവിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഈ വാഗ്ദാനങ്ങളെല്ലാം അത് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിങ്ങൾ പരാജയപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു ജയാളിയായി ജീവിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആമേൻ യേശുവിലൂടെ പിതാവായ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കൂടപ്പുറപ്പിന് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ വിശ്വസ്തനും ആമേൻ കൃപയുടെ ദാതാവും ആമേൻ ആയിരിക്കുന്ന പിതാവായ ദൈവം ഹല്ലേലൂയ. അതെ നിങ്ങളുടെ ആ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തതയ്ക്ക് ആമേൻ അതെ ആമേൻ പൂർത്തി വരുത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് എത്ര പേർ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ വചനത്തിലെ ആമേൻ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അതിനായി നമ്മെ നയിക്കുവാൻ അത് വിശ്വസിക്കുന്നവരുടെ മേൽ തന്റെ ആത്മാവിനെ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ വചനത്തെ വിശ്വസിക്കുകയും ദിവസം പ്രതി അതിനെ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഉയർന്നു പൊങ്ങുന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ജയത്തോടെ മുന്നോട്ട് ജീവിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയും. ആകയാൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതേ വിശ്വസിച്ച് ജീവിക്കുന്നവരിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ആമേൻ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ് അവറുകൾ ആമേൻ ശബ്ദമുയർത്തി ആമേൻ പൊതുവിനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞങ്ങളെ വാഴ്ചയാണ്, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ടതായ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കണമേ. കേൾക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ നേരം ദൈവീയ വിടുതലൂടെ കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവെ, നിത്യരാജ്യത്തിന് അവകാശികളായി തീർന്നുകൊണ്ട് ഈ ലോകത്തിന് അനുഭവമാകാതെ വേണം ദൈവീയമായ പ്രാപിച്ചപ്പെട്ടവരായി നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രോഗികൾക്ക് വിടുതലായി കർത്താവ് കൽപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുത്തിയല്ലോ. രോഗസൗഖ്യങ്ങൾ കൽപ്പിച്ചുവല്ലോ. ഇന്ന് രാത്രി വചനം കേട്ടവരുടെ മേൽ, രോഗികളായിരിക്കുന്നവരുടെ മേൽ അത്ഭുതമായിരിക്കുന്ന കാര്യം അവിടുന്ന് നേട്ടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിലൂടെ സൗഖ്യം വിടുതലും കർത്താവെ ഓരോ വ്യക്തികളും വ്യാപരിക്കുമാറാകട്ടെ. കർത്താവെ ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം സംസാരിപ്പാൻ ബലപ്പെടുത്തിയല്ലോ. ആവശ്യമായ കൃപയിൽ കർത്താവിനെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കണമേ. ഗ്രൂപ്പിന് വേണ്ടി കടങ്ങൾ കൊടുക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി മറ്റ് നിലകളിൽ കൈത്താങ്ങൾ ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണം.
കർത്താവിന്റെ കൃപയാസക്തി ഉന്നതം സഹായിക്കണം. കർത്താവെ, പ്രാർത്ഥനാ ഗ്രൂപ്പിന് എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടന്റെ കോട്ടകളെയും കർത്താവ് ഉടയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മുടെ രാജ്യത്തുള്ള അവകാശത്തിൽ ഓരോ ജനത്തെയും ഒരുക്കിയെടുക്കണം. മഹത്വമില്ലാതെ എടുക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിരാതെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. വചനം കേട്ട് എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചിരിക്കുന്നതിനായി, അത് വിടുവിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്ന് അത്രേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ വിശ്വസ്തൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓർപ്പിച്ചല്ലോ, ആമേൻ, എൻ്റെ ഫേസ്ബുക്ക് ഐഡിയയിൽ ആമേൻ ചില അതേ ID പ്രൂഫ് ക്ലിയർ ആകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആമേൻ എനിക്ക് ഷെയർ ചെയ്യുവാൻ പറ്റാത്ത നിലയിൽ താൽക്കാലികമായി ആമേൻ കുറച്ച് ദിവസത്തേക്ക് ആമേൻ അത് അങ്ങനെ ആയിരിക്കുന്നു. അതുകൊണ്ട് ആമേൻ അത് ക്രമീകരിക്കപ്പെടുന്നത് വരെ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന നിങ്ങൾ ആമേൻ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ, ആമേൻ. അതെ, അനേകർക്ക് അനുഗ്രഹവുമായി വിടുതലായി ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇതിലേക്ക് ആമേൻ അതെ പ്രാർത്ഥനയിലും ആമേൻ മറ്റും കൈത്താങ്ങലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നിങ്ങൾ യൂട്യൂബ് ചാനൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഇടയാകണം. കാരണം ക്രമം കെട്ട ലോകത്ത്, ദുഷ്ടലോകത്ത് അനേക തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തെ കുറിച്ച് അറിയാതെ പോകരുത്. ആമേൻ. യുവതലമുറ ആമേൻ മാനസാന്തരപ്പെടുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ അതെ ദൈവത്തിന്റെ സന്ദേശം ആമേൻ മീഡിയയിലൂടെ ആമേൻ അപ്ലോഡ് ചെയ്യുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനാണ് നിങ്ങളോട് അത് ആമേൻ അതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും പറയുന്നത്. നമ്മുടെ തലമുറകൾ എല്ലാവരും ആൻഡ്രോയിഡ് മൊബൈൽ ആമേൻ ഉപയോഗിക്കേണ്ടതായി വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അതില്ലാതെ കണ്ട് പഠിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ആമേൻ നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അശ്ലീലമായ വീഡിയോകൾ കണ്ട് ആമേൻ സൈറ്റുകളിൽ പോയി നമ്മുടെ തലമുറകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ അതിനിടയിൽ ആമേൻ കർത്താവിൻ്റെ സന്ദേശം അവർക്ക് കേൾക്കുവാനുള്ള അവസരം ആമേൻ ലഭിക്കുവാൻ അതേ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ വരുവനായ ദൈവം ആമേൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് രാത്രി കേട്ടല്ലോ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചത് ഒന്നുപോലും കുറയ്ക്കാതെ അത് കൃത്യമായി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. മറ്റന്നാൾ ഞായറാഴ്ചയാണല്ലോ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിൽ ഞായറാഴ്ച സമയം അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾ കടന്നു വരണമേ. അതിനായി ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആമേൻ. ഞായറാഴ്ചത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. അതെ ഫേസ്ബുക്കിൻ്റെ ക്രമീകരണങ്ങൾ ആമേൻ അതെ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി.